ദ കൺസെപ്റ്റ് ഓഫ് പാരഡൈസ് ഗാർഡൻ എന്ന് പറയുന്നത് സ്വർഗീയ ആരാമങ്ങൾ, അതാണല്ലോ ഖുർആൻ പറഞ്ഞിരിക്കുന്ന. ആ പിന്നെ നീർച്ചാലുകളിലൂടെ അരുവികൾ ഒഴുകുന്നതിനെ കുറിച്ചിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്തരം മോണമെന്റ്സിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനെ ചാർബാഗ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പേർഷ്യൻ സ്റ്റൈലിൽ പറയാം. ചാർബാഗ് എന്ന് പറഞ്ഞാൽ ഈ ടോംബിൻ്റെയും അതുപോലെ തന്നെ പള്ളിയുടെയൊക്കെ ചുറ്റുപാടും ഈ സ്ക്വയർ രൂപത്തിലുള്ള ഉദ്യാനങ്ങൾ അവർ രൂപപ്പെടുത്തും. ഓക്കെ. ആ ഉദ്യാനങ്ങളിൽ ഇത്തരം നീർച്ചാലുകൾ ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ ഫൗണ്ടനുകൾ ഉണ്ടാക്കിയിട്ട് വെള്ളം തിരിച്ചുവിടുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം അവർ ചെയ്യും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇവർക്ക് ഈ കോൺസെപ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഖുർആൻ അതിനൊരു ബേസ് ആയിട്ടുണ്ട്. കാരണം അത് വെച്ചുകൊണ്ടാണ് ഇവർ ഇത് ഇത്തരം മോണമെന്റ്സുകൾ, ഇത്തരം ഹോർട്ടിക്കൾച്ചർ ഉദ്യാന പിന്നെ പഠനം അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ പൂന്തോട്ട നിർമ്മാണം ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ഉദ്യാനങ്ങളെ സംവിധാനിക്കേണ്ടതെന്ന് ശരിക്കും ഈ പേർഷ്യൻ കൾച്ചർ നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. അതിൽ നിന്ന് നമ്മൾ ദില്ലിയിൽ ഏത് മോണമെന്റ്സിൽ പോയാലും എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഒരു മിനിയേച്ചർ ആയിട്ടുള്ള ഒരു ഉദ്യാന മാതൃകയെങ്കിലും നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ഇപ്പോൾ ഹാഫിസിൽ തന്നെ അറിയാം, ഏത് സ്ഥലത്ത് നമ്മൾ പോയി, പ്രത്യേകിച്ച് ഹുമയൂൺ ടോംബിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ വലിയൊരു ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ഉദ്യാന മാതൃക കുറെ മുഗൾ ഗാർഡൻ തന്നെ പേരിൽ തന്നെയാണ് പിന്നെ എന്തുള്ളത്, നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന് തൊട്ടടുത്ത് മുഗൾ ഗാർഡൻ ഉണ്ട്. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ സെയിം ഇത് കാണാൻ കഴിയും. അവിടെ ഞാനവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അത് പബ്ലിക്കിന് തുറന്നു കൊടുക്കും വർഷത്തിലൊരിക്കൽ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഇത്തരം പല പല വേർഷനിലുള്ള പൂക്കൾ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പൂക്കൾ. പക്ഷെ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ നീർച്ചാലുകളൊക്കെ ഇട്ടിട്ട്, അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ ഹോർട്ടിക്കൾച്ചറിൽ നമ്മൾ പോകുമ്പോൾ ഓരോ പിന്നെ ചെടികൾ എവിടെ നിന്ന് കൊണ്ടുവന്നു, ഡൽഹിയിലേക്ക് എങ്ങനെ ഈ ചെടികൾ വന്നു, അതൊരു വലിയൊരു കാര്യമാണ്. ഇതെല്ലാം കൊണ്ടുവന്നത് മധ്യേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന കുറേ ചെടികളുണ്ട്, മരങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ നമുക്ക് ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിൽ കാണാൻ കഴിയില്ല. അത് ചിലപ്പോൾ ദില്ലിയിലേ കാണാൻ കഴിയുള്ളൂ. ഈ ദില്ലി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ദില്ലി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആ ദില്ലി എന്നാണ് പലപ്പോഴും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഒന്നുമില്ല, അത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, അതിന് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഡൽഹിയാണ്, ദില്ലിയാണ്, ദഹ്ലിയാണ്. അതുകൊണ്ടാണ് ഷാ വലിയുള്ള ദഹ്ലവി എന്നൊക്കെ നമ്മൾ പറയാം. പല പണ്ഡിതന്മാരുടെ പേരിനൊപ്പം പേര് പറയുമ്പോൾ ദഹ്ലവി എന്ന് ചേർത്തിട്ടായിരിക്കും പറയാം. അപ്പോൾ അത് പിന്നെ ഇതാണ് ശരി, ഇതാണ് തെറ്റെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ കാലഘട്ടത്തിലും ആ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ആ സമയത്തുള്ള കവികളോ അതിനെ വിളിച്ചിരുന്നതോ അല്ലെങ്കിൽ അവരതിനെ വിളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നതോ ഇങ്ങനെയൊക്കെ ആയിരിക്കാം.